പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഡെറിയും പാറുവും തിരികെ മുംബൈയിലെത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായി. വന്ന അന്ന് തൊട്ട് ഡെറി തിരക്കോട് തിരക്കാണ്. ഉടനെ തന്നെ നാട്ടിലേക്ക് മടങ്ങേണ്ടത് കൊണ്ട് അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട തിരക്കിലാണ്. എന്നാൽ ഡെറി തിരികെ വന്നതിൻ്റെ ആശ്വാസത്തിലാണ് സൂര്യ. ചെറുക്കൻ പണിയെടുക്കാതിരിക്കാൻ കുറേ അടവിറക്കിയെങ്കിലും അതെല്ലാം മുളയിലെ ഡെറി നുള്ളിക്കളഞ്ഞു. ഏയും ദേവും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലോങ് ലീവ് തന്നെ എടുത്തു. അതും ഡെറിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പോൾ മാൻഷനിൽ തന്നെയുണ്ട്. പതിവ് പോലെ ഗാർഡൻ ഏരിയയിലിരുന്ന് ഓരോ കഥകൾ പറഞ്ഞ് കാപ്പുകുടിയിലാണ് ശ്രീയും ദേവും. അതേസമയം തന്നെയാണ് മാൻഷൻ്റെ ഗേറ്റ് കടന്ന് ഡെറിയുടെ കാർ കടന്നു വന്നത്. പതിവില്ലാതെ ഈ സമയത്ത് ഡെറിയെ കണ്ടതും ശ്രീയുടെ കണ്ണുകൾ വിടർന്നു. ഇവിടെ വന്നതിൽ പിന്നെ അവനെ ഒന്ന് അടുത്ത് കിട്ടാത്തതിൻ്റെ എല്ലാ സങ്കടവും അവൾക്കുള്ളിലുണ്ട്. അത് ഡെറിക്കും അറിയാം. അതുകൊണ്ട് അവൻ കഴിവതും നേരത്തെ വർക്കെല്ലാം തീർക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന ശ്രീയെയും ദേവുവിനെയും കണ്ടതും ഡെറിക്കും സൂര്യയും നേരെ അവരുടെ അടുത്തായി വന്നിരുന്നു. ഡെറി വന്ന ഉടനെ ബ്ലെസ്സിൻ അഴിച്ച് അവിടെയുള്ള ചെയറിലായി ഇട്ടു. എന്നിട്ട് സ്ലീവ് മുകളിലേക്ക് മടക്കി വെച്ച് ശ്രീയുടെ അടുത്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നെറ്റി ഒഴിയുന്നുമുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ശ്രീക്ക് മനസ്സിലായി അവന് തലവേദന എടുക്കുന്നുണ്ട് എന്ന്. അവൾ പെട്ടെന്ന് തന്നെ ടേബിളിലിരിക്കുന്ന മഗ്ഗിൽ നിന്നും 2 ഗ്ലാസ് കോഫി പകർത്തി. ഒന്ന് സൂര്യയ്ക്ക് കൊടുത്തു, ഒരെണ്ണം ഡെറിക്കും കൊടുത്തു. കോഫി കുടിച്ചപ്പോൾ തന്നെ ഒരുവിധം 2 പേർക്കും ഒരു ആശ്വാസമായിരുന്നു. കാരണം അത്രയും ടയേർഡായിരുന്നു 2 പേരും. ഓഫീസിലെ തിരക്കെല്ലാം കഴിഞ്ഞോ ഇച്ചായ? അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ശ്രീ ഡെറിയോടായി ചോദിച്ചു. അവനും അവളുടെ ഒരു കൈയാൽ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരുവിധം തീർത്തു. ബാക്കി ഇനി മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത മന്ത് ആദ്യമായിട്ട് നമ്മൾ നാട്ടിൽ പോകും. അതിനു മുൻപ് ഇവരുടെ രജിസ്റ്റർ മാരേജ് കഴിപ്പിക്കണം. ഞാൻ ദേവുവിൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എതിർപ്പില്ല. നാട്ടിൽ വന്ന് നിങ്ങളുടെ താലികെട്ട് കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് ഓക്കെ അല്ലേ? ഡെറി ഗൗരവത്തോടെ എല്ലാവരോടുമായി ചോദിച്ചു. ആർക്കും പ്രത്യേകിച്ചൊരു എതിർപ്പില്ലാത്തത് കൊണ്ട് എല്ലാവരും അതിന് സമ്മതിച്ചു. പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞ് എൻ്റെ തറവാടിൻ്റെ പടി കടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ ദിവസവും നിങ്ങൾ സൂക്ഷിക്കണം. ഞങ്ങൾ കൂടെ ഇല്ലെങ്കിൽ പോലും. കാരണം അവിടെയുള്ള ഓരോ ദിവസവും അപകടം പിടിച്ച ദിവസമാണ്. കാരണം തറവാട്ടിലുള്ളവർ നിസ്സാരക്കാരല്ല. ഒരുപാട് വെച്ചാരാധനകൾ പണ്ട് നടന്ന സ്ഥലമാണത്. ഇപ്പോഴും അവിടെ പലരും അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ അത് ആരാ എന്താ എന്നൊന്നും ഇപ്പോഴും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല. ഋഷിങ്കേലിൽ പഴയ തറവാട്ടിലാണ് അത് നടക്കുന്നത്. അവിടേക്ക് ആരും അധികം പോകാറില്ല. കാരണം അവിടെ വെച്ചാണ് അപ്പയും അമ്മയും കൊല്ലപ്പെട്ടത്. അവരുടെ മരണശേഷം ഇപ്പോൾ എല്ലാവരും താമസിക്കുന്നത് അപ്പ പണി കഴിപ്പിച്ച വീട്ടിലാണ്. അതായത് ഡെറിക്ക് മാത്രം അവകാശപ്പെട്ട വീട്ടിൽ. ആ വീട്ടിൽ നിങ്ങൾക്ക് സർവാധികാരവുമുണ്ട്. പക്ഷേ അവിടെയുള്ള പലരുടെയും മേൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാകണം. നിങ്ങൾക്ക് കാവലായി ചുറ്റിനും ഗാർഡ്സ് ഉണ്ടാവും. എങ്കിലും ഒരു കരുതലുണ്ടാകണം. കാരണം പോകുന്നത് കുരിശിങ്കേലിലേക്കാണ്. ഡെറി പറഞ്ഞു നിർത്തുമ്പോൾ ദേവുവിലും ശ്രീയിലും ചെറുതായി ഭയം ഉടലെടുത്തിരുന്നു. പക്ഷേ അവരുടെ പാതിയുടെ ചേർത്ത് പിടിക്കലിൽ ഒരു പരിധിവരെ മനസ്സിൽ തോന്നിയ ഭയം അവരിൽ നിന്നും വിട്ടുമാറി. എന്നാലും അവർക്ക് മനസ്സിലായിരുന്നു തങ്ങൾക്കായി അവിടെ കാത്തിരിക്കുന്നത് ഒന്നും നല്ലതായിരിക്കില്ല എന്ന്. അതേസമയം തന്നെയാണ് മാൻഷൻ ഗേറ്റ് കടന്ന് ഒരു ബ്ലാക്ക് താർ കടന്നു വന്നത് ആരാ എന്നറിയാൻ എല്ലാവരും ഒരു സംശയത്തോടെ അങ്ങോട്ട് നോക്കിയിരുന്നു. എന്നാൽ വണ്ടിയിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടതും ഡെറിയിലും സൂര്യയിലും ഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. കാറിൽ നിന്നിറങ്ങിയ സത്യജിത്ത് കണ്ണിലിരുന്ന കൂളിംഗ് ഗ്ലാസ് മുഖത്ത് നിന്നും മാറ്റി ഷർട്ടിൽ ഹാങ് ചെയ്തിട്ടു. കൂടെ മാൻഷൻ ചുറ്റുമൊന്ന് നിരീക്ഷിച്ചു. അപ്പോഴാണ് ഗാർഡനിലിരിക്കുന്നവരെ കണ്ടത്. അവരെ കണ്ടതും കാറ് ലോക്കാക്കി. സത്യ അവരുടെ അടുത്തേക്ക് ചുവട് വെച്ചു. ഈ സമയം പരിചയമില്ലാത്ത ഒരാളെ കണ്ടതും ശ്രീയും ദേവുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നമ്മുടെ ACPയുടെ പേര് ആദി എന്നായിരുന്നു. അത് മാറ്റി സത്യ എന്നാക്കിയിട്ടുണ്ട്. എന്താണ് പതിവില്ലാതെ ACP സാറ് ഈ വഴിക്ക്? വഴിതെറ്റി വന്നതാണോ? സൂര്യ ഒരു പരിഹാസത്തോടെ സത്യയോടായി ചോദിച്ചു. എന്നാ ചെയ്യാനാണ്? ഒരു പണി ഏറ്റെടുത്താൽ നാട്ടിലെ തലപ്പത്തുള്ളവരെയൊക്കെ ഒന്ന് കാണേണ്ടത് നമ്മുടെ കടമയല്ലേ? സത്യ അതേ പരിഹാസത്തോടെ സൂര്യയോടായി പറഞ്ഞുകൊണ്ട് ഡെറിയുടെ ഓപ്പോസിറ്റായി വന്നിരുന്നു. പാറു, നിങ്ങൾ അകത്തേക്ക് ചെല്ല്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അകത്തേക്ക് വരാം. അവിടെ തങ്ങളെയെല്ലാം സംശയത്തോടെ മാറി മാറി നോക്കി നിൽക്കുന്ന ശ്രീയോടും ദേവുവിനോടുമായി ഡെറി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അവൻ്റെ വാക്കുകളിലെ ഗൗരവം മനസ്സിലായതും ശ്രീയും ദേവുവും അവരെയൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി.
പാവം എൻ്റെ പെങ്ങന്മാര്, ഈ കാലന്മാരുടെ തനി സ്വഭാവം അറിയുമോ ആവും. സത്യ ആരോടെന്നില്ലാതെ മുകളിലേക്ക് നോക്കി പറഞ്ഞു. മോൻ കൂടുതൽ അങ്ങ് വിഷമിക്കേണ്ട. വന്ന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഓ, പറയാൻ എന്തിരിക്കുന്നു, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ. 2 ആഴ്ച മുൻപ് നടന്ന ഒരു കൊലപാതകമില്ലേ, അതിനെക്കുറിച്ച് പറയാൻ തന്നെ. ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. ഡോക്ടർ ഐസക്, DK ഹോസ്പിറ്റൽ സീനിയർ സർജൻ. ഹോസ്പിറ്റൽ ഉടമ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് ഞാൻ എന്നാ പറയാനാണ്. ഡോക്ടർ ഐസക് മിസ്സിംഗ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ നാട്ടിലില്ലാത്തപ്പോൾ നടന്ന സംഭവം. എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു. ഡെറി നിസ്സാരമായി തന്നെ പറഞ്ഞു. എന്നാൽ ഡെറിയുടെ എങ്ങും തൊടാതെയുള്ള സംസാരം കേട്ട് സത്യ പല്ല് കടിച്ച് അവനെ നോക്കി. എടാ ഡാഷ് മോനെ, നീയൊന്നും അറിയാത്ത പോലെ ഭാവിക്കരുത്. നിന്നെ ഇന്നും ഇന്നലെയുമായിട്ട് കാണാൻ തുടങ്ങിയതല്ല ഞാൻ. സത്യ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞതും ഡെറി അപ്പോഴും അവനെ നോക്കി അതേ ചിരിയോടെ തന്നെ നിന്നു. എടാ, ഒന്നുമില്ലേലും ഒത്തിരി നാൾ കൂടി കാണുവല്ലേ, നീ ഇവിടെ ഇരിക്കെ, നമ്മൾക്ക് സംസാരിക്കാം. സൂര്യ പറഞ്ഞതും സത്യ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. നീ ഇപ്പോൾ വന്നത് എന്തിനാണ് എന്ന് എനിക്കറിയാം. ഒന്ന് ഞാൻ വ്യക്തമായി പറയാം, അത് ചെയ്തത് ഞാനല്ല. അത്രമാത്രം സത്യയോടായി പറഞ്ഞുകൊണ്ട് ഡെറി അകത്തേക്ക് പോയി. എന്നാൽ ഡെറി പറഞ്ഞത് കേട്ട് സത്യ ഒരു സംശയത്തോടെ സൂര്യയെ നോക്കി. അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന്. ഹാ, എന്തേലും ആവട്ടെ, നീ വാ, എനിക്ക് നല്ല വിശപ്പ്. അത്രയും സൂര്യയോടായി പറഞ്ഞുകൊണ്ട് സത്യ അകത്തേക്ക് പോയി. ഇവനൊരു മാറ്റവുമില്ല. ചിരിയോടെ ഓർത്തുകൊണ്ട് സൂര്യ അവൻ്റെ പുറകെ പോയി. അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ദേവു മാത്രമേ ഹാളിലുണ്ടായിരുന്നുള്ളൂ. ശ്രീ ഡെറിയുടെ കൂടെ റൂമിലേക്ക് പോയി. ദേവു, ഇത് എൻ്റെയും ഡെറിയുടെയും സുഹൃത്താണ് സത്യജിത്ത്, ഇവിടുത്തെ ACP ആണ്. ഡാ സത്യ, ഇതെൻ്റെ ഭാവി ഭാര്യ ദേവിക, ഡോക്ടറാണ്. എനിക്കറിയാവേ, നീയൊക്കെ എത്ര മറച്ചു പിടിച്ചാലും ഞാൻ എല്ലാം അറിയും. പെണ്ണും വേണ്ട പിടക്കോഴിയും വേണ്ട എന്ന് പറഞ്ഞു നടന്ന ചെകുത്താൻ വരെ കെട്ടി. ഇനി ഞാൻ എന്നാണാവോ. സത്യ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ദേവും സൂര്യയും പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു നിന്നു. എന്നാൽ ഇതേ സമയം ഡെറി അവൻ്റെ വന്യമായ പ്രണയഭാവം ഒരു മഴ പോലെ അവൻ്റെ മാത്രം പാറുവിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു.